നമസ്കാരം, ഞാൻ രാജീവ് ആലപ്പുഴ. ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഏറെ കാലത്തിന് ശേഷം ആലപ്പുഴയിൽ കളപ്പുര ശ്രീ കണ്ഠകർണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് മണികണ്ഠ സാറിനെ കാണാനിടയായി. ഇങ്ങനെയുള്ള കാഴ്ചകളിലാണ് എന്നിലുള്ള കുറേ സംശയങ്ങൾ, മീൻസ് പുരാണത്തെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾ എനിക്ക് സാറിനോട് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് എൻ്റെ ചോദ്യം ശ്രീശുകനെ കുറിച്ചാണ്. സർ, ശ്രീമദ് ഭാഗവതം പരിഷത്ത് മഹാരാജാവ് പകർന്നു കൊടുക്കുന്ന ശ്രീശുകൻ ആരാണ്? ശ്രീശുകൻ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? രാജീവ് സാർ, നമസ്തേ. വളരെ കാലത്തിന് ശേഷമാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചത്. അന്ന് നമ്മൾ ചങ്ങനാശ്ശേരിക്ക് അടുത്ത് മാമ്പുഴക്കരി ക്ഷേത്രത്തിൽ വെച്ചാണ് അവിചാരിതമായി കാണാനിടയായത്. ഞാനത് ഓർക്കുന്നു. അന്ന് അങ്ങനോട് ഭാഗവതത്തെക്കുറിച്ചുള്ള സംശയമാണ് ചോദിച്ചത്. വീണ്ടും ശ്രീമദ് ഭാഗവതം ഏറ്റവും നന്നായി ഒരു തത്ത പറയുന്നത് പോലെ പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയെ കുറിച്ചാണ് അങ്ങ് ചോദിച്ചത്. ശ്രീശുകൻ നിത്യശുദ്ധ ബുദ്ധ സത്വസ്വരൂപൻ എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. ശ്രീശുക ബ്രഹ്മർഷി വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ്. വേദവ്യാസ മഹർഷി സരസ്വതി നദിയുടെ തീരത്തുള്ള ശമ്യാപ്രാസം എന്ന തന്റെ ആശ്രമത്തിൽ ഒരിക്കല് നിൽക്കുമ്പോൾ ആ ആശ്രമത്തിലേക്ക് വളർന്നു കിടന്നിരുന്ന ഒരു മരത്തിന്റെ ചില്ലയിൽ ഒരു തള്ളക്കുരുവി കൂടുകൂട്ടിയിരുന്നു, കുഞ്ഞുകുരുവികളോടൊപ്പം വസിച്ചു പോന്നിരുന്നു. അതിരാവിലെ ഈ തള്ളക്കുരുവി ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങും. തന്റെ കൊക്ക് നിറയെ ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവന്ന് കുഞ്ഞിക്കുരുവികളെ വിളിച്ചുണർത്തി അവയുടെ കുഞ്ഞു ചുണ്ടുകളിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കും. എന്നിട്ട് ആ കുഞ്ഞിക്കുരുവികളെ തന്റെ ചിറകിനോട് ചേർത്ത് മാടി മുതുക്കും. ഈ കാഴ്ച വേദവ്യാസ മഹർഷിക്ക് വളരെ വിസ്മയമായി തോന്നി. സ്നേഹത്തിന് പല പല തലങ്ങളുണ്ട്. അങ്ങേക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ രണ്ടും ഇങ്ങനെ സംസാരിക്കുന്നത്. സ്നേഹത്തിന് വിവിധ തലങ്ങളുണ്ട്. ആ തലങ്ങളിൽ ഒന്നാണ് അച്ഛനമ്മമാർക്ക് മക്കളോട് തോന്നുന്ന സ്നേഹം. അതൊരു പ്രത്യേക വൈകാരികത്വമാണ് എന്നാണ്. അപ്പൊ വേദവ്യാസ മഹർഷിക്ക് ഒരു മകനെ ലാളിക്കണമെന്നും തന്നിലെ നിറഞ്ഞ വാത്സല്യം ആ മകനായി പകർന്നു കൊടുക്കണമെന്നും തന്റെ മനസ്സിലെ ആ അന്തർലീനമായിരിക്കുന്ന അറിവ് കൊണ്ട് ആ മകന്റെ അന്തരംഗത്ത് നിറയ്ക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടായി. അങ്ങനെ വേദവ്യാസ മഹർഷി ആദ്യത്തെ കുടുംബനാഥനായ കൈലാസനാഥനായ ഭഗവാനെ കൈലാസ പർവ്വതത്തിന്റെ സാനുസ്ഥലത്തിൽ ചെന്നിരുന്ന് ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു, തപസ് ചെയ്തു. ഈ തപസ് മുടക്കുന്നതിന് വേണ്ടി, ആര് തപസ് മുടക്കിയാലും ഇന്നത്തെ ഹണി ട്രാപ്പ് പോലെ ആര് തപസ് ചെയ്താലും തപസ് മുടക്കാൻ അവനിന്റെ എന്റെ അധികാരം പിടിച്ചു വാങ്ങുമോ എന്ന ഉത്കണ്ഠയോട് കൂടി ദേവേന്ദ്രൻ തപസ് മുടക്കാൻ വേണ്ടി സുന്ദരിമാരെ പറഞ്ഞയക്കാറുണ്ട്. ഉർവശി, മേനക, രംഭ, തിലോത്തമ, പ്രമദ്വര, കൃതാജി തുടങ്ങിയിട്ടുള്ള സുന്ദരിമാർ. ആ സുന്ദരിമാർ വേദവ്യാസന്റെ തപസ് മുടക്കാൻ വേണ്ടി എത്തി. അവർ പ്രത്യേക ഭാവഹാവാദികളോടുകൂടി ശൃംഗാര ചേഷ്ടകളൊക്കെ കാണിച്ച് നൃത്തം ചെയ്തു. ഇടയ്ക്ക് വേദവ്യാസൻ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് ഒന്ന് കണ്ണ് തുറക്കാതിരുന്നില്ല. കണ്ണ് തുറന്ന് ആ നൃത്തം വീക്ഷിച്ചു. അതിൽ ഒരു പെൺകുട്ടിയുടെ മുഖവും ലാവണ്യവും അച്ചടക്കത്തോടുകൂടിയ നൃത്തവും വേദവ്യാസന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. എങ്കിലും തപസ് മുടക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കണ്ണുകൾ അടച്ച് ഭഗവാനെ തന്നെ ധ്യാനിച്ചു. ഏറ്റവും ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. ആ വേദവ്യാസ മഹർഷി ഭഗവാനോട് വരം ചോദിക്കുന്നു. അങ്ങ് സ്വധർമ്മത്തിൽ കൂടി സഞ്ചരിക്കുക, ഈശ്വരീയമായ കർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക, അങ്ങയുടെ ആഗ്രഹം സഫലമാകുമെന്ന് പറഞ്ഞു ഭഗവാൻ പറയുന്നു. വേദവ്യാസൻ വീണ്ടും തന്നെ ആശ്രമത്തിലേക്ക് കടന്നെത്തി. എല്ലാം അറിയുന്ന അദ്ദേഹം ആ യാഗശാലയിൽ ഇരുന്നു. യാഗം ചെയ്യുന്നതിന്റെ ഭാഗമായി അഗ്നിയെ ആവിർഭവിപ്പിക്കുന്നതിന് വേണ്ടി അരണി കടഞ്ഞു. ഈ സമയത്ത് വേദവ്യാസ മഹർഷിയെ വല്ലാതെ മതിപ്പിച്ച സുന്ദരിയായ
കൃതാജിയെ ദേവേന്ദ്രൻ വേദവ്യാസ മഹർഷിയുടെ അരികിലേക്ക് പറഞ്ഞയക്കും. അരണി കടഞ്ഞുകൊണ്ടിരുന്നപ്പോ കൃതാജി വന്നെത്തി. ആ കൃതാജിയിൽ വേദവ്യാസ മഹർഷി ആകൃഷ്ടനായി. അരണിയിൽ നിന്ന് അഗ്നി ജ്വലിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചൈതന്യം ആ അഗ്നിയിലേക്ക് ചേർന്ന് അങ്ങനെ ആവിർഭവിച്ചതാണ് ശ്രീശുകൻ എന്നാണ്, അല്ലെങ്കിൽ സ്വർണ സമാനമായ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്തതുപോലെ ഉള്ള മകൻ എന്ന് ശ്രീമദ് ഭാഗവതം പറയും. എങ്കിലും അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുമ്പോൾ കൃതാജി എന്ന ലാളിത്യമാർന്ന സുന്ദരിയെ വേദവ്യാസ മഹർഷി സ്വീകരിക്കുകയും ആ സുന്ദരി ആശ്രമത്തിൽ കഴിയുകയും വേദവ്യാസ മഹർഷിയിൽ നിന്ന് ഗർഭവതിയാവുകയും ഏറ്റവും ഒടുവിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി വ്യാസമഹർഷിയെ ഏൽപ്പിച്ച് കൃതാജി വിട പറയുകയും ചെയ്തു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കവിശ്രേഷ്ഠനാണ്, ക്രാന്തദർശിയായ കവിശ്രേഷ്ഠനാണ് വേദവ്യാസ മഹർഷി. ഒരു തത്തമ്മ, അതായത് ഒരു സുഖം, വളരെ വർണ്ണാഭമായി ചിറകടിച്ചുകൊണ്ട് കൗതുകകരമായി തന്റെ അരികിലേക്ക് വന്ന് ഒരു സുന്ദരിയുടെ രൂപം പൂണ്ട് തനിക്കൊരു മകനെ തന്ന് വീണ്ടും ഒരു തത്തയുടെ രൂപം പൂണ്ട് പറന്നു പോകുന്നത് പോലെ വേദവ്യാസൻ കഴിഞ്ഞുപോയ സംഭവങ്ങളെ തന്റെ ഭാവനയിൽ കണ്ടു. അങ്ങനെ ഒരു തത്തയുടേതായ രൂപഗുണങ്ങളോട് കൂടിയ എന്ന അർത്ഥത്തിൽ, തത്ത നല്ലതാണല്ലോ സ്വീകരിക്കുന്നത്, പാലും പഴവും പഞ്ചസാരയും ഒക്കെയാണ് സ്വീകരിക്കുന്നത്, മറ്റ് എന്തിനേയും വലിച്ചു വാരി തിന്നുന്ന സ്വഭാവമല്ല. അപ്പൊ നല്ലതിനെ സ്വീകരിച്ച് നല്ലത് പകർന്നു കൊടുക്കുന്ന സ്വഭാവ സവിശേഷതകളോട് കൂടിയുള്ളതായ തന്റെ മകനെ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ശ്രീശുകൻ എന്ന പേര് നൽകുക. ആ ശ്രീശുക ബ്രഹ്മർഷിയെ, ആ ശ്രീശുകൻ എന്ന മകനെ അദ്ദേഹം ആ ബൃഹസ്പതിയുടെ ആശ്രമത്തിൽ കൊണ്ടു ചേർക്കുകയും ഏതാണ്ട് 12 വർഷത്തോളം അവിടെ പഠിച്ചു എന്ന് സൂചിപ്പിക്കുന്നു. ശ്രീശുക ബ്രഹ്മർഷിക്ക് 16 വയസ്സാവുമ്പോൾ വേദവ്യാസൻ ബൃഹസ്പതിയുടെ അരികിലേക്ക് ചെല്ലുന്നു, മകനെ കൂട്ടിക്കൊണ്ടു പോരുന്നു. ആ മകൻ ചോദിക്കുന്നത് സർവചരാചരങ്ങളിലുമുള്ള നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്വത്തെ എനിക്ക് കാണാൻ, എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറയും. അങ്ങനെ ആ പരബ്രഹ്മ തത്വം വേദവ്യാസ മഹർഷി മകനായ ശ്രീശുക ബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു കൊടുക്കും. തുടർന്ന് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കും. ശാപഗ്രസ്തനായ പരീക്ഷിത്ത് മഹാരാജാവ്, അതായത് കാട്ടിലെ നായാട്ടിന് വേണ്ടി പോയപ്പോ ധ്യാനനിമഗ്നനായിരുന്ന ശമീകൻ എന്ന മഹർഷിയുടെ കഴുത്തില് വെള്ളം ചോദിച്ചിട്ട് നൽകിയില്ല എന്ന കാരണത്തെ തുടർന്ന് ചത്ത പാമ്പിനെ എടുത്തിടുന്നു. അങ്ങനെ ശമീക മഹർഷിയുടെ മകനായ ശൃംഗിയിൽ നിന്ന് ഇന്നേക്ക് 7-ാം നാൾ ഘോരമായ വിഷമുള്ള ഉഗ്രമായ സർപ്പം തക്ഷകനാൽ ദംശിക്കപ്പെട്ട് ദുർമരണം ബാധിക്കട്ടെ എന്ന് ശാപമേറ്റുവാങ്ങേണ്ടി വന്ന പരീക്ഷിത്ത് മഹാരാജാവിന് സർവ വേദാന്ത അർത്ഥസാര സംഗ്രഹമായ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. അപ്പൊ 7 ദിവസം കൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവിന് മോക്ഷം കിട്ടുന്നതിന് അനുസൃതമായി ശ്രീമദ് ഭാഗവതത്തെ ഉപദേശിച്ചു കൊടുക്കുവാൻ ശ്രീശുക ബ്രഹ്മർഷി അല്ലാതെ മറ്റാരും. അങ്ങനെ പരബ്രഹ്മത്വത്തിൽ ലയിച്ച് ശ്രീമദ് ഭാഗവതത്തെ അനുസന്ധാനം ചെയ്ത് പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി എന്നും ഭാഗവത സ്നേഹികളുടെ മനസ്സിൽ സമാദരണീയൻ തന്നെയാണ്. അദ്ദേഹം എന്നും ഒരു നക്ഷത്രം പോലെ, നക്ഷത്ര ശോഭയോടെ തിളങ്ങി വിളങ്ങി നിൽക്കും. വളരെയധികം സന്തോഷം. അങ്ങയുടെ സംശയം ചോദിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിച്ചത്. വളരെ നന്ദി സാർ.